തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് എല്ലാം അടുത്തു വരികയാണ്. ഈ സാഹചര്യത്തിൽ എങ്ങനെയും പ്രതിരോധിക്കുക എന്നത് CPM-നെ സംബന്ധിച്ച് അഥവാ ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ടതാണ്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇടത് MLA ആയിരുന്ന അൻവറിൻ്റെ നീക്കം തന്നെയാണ്. CPM-നെതിരെയും LDF-നെതിരെയും നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു അൻവറിൻ്റെ നീക്കം. ആ നീക്കത്തെ എല്ലാം ചെറുക്കുക എന്നത് ഇന്നിപ്പോൾ CPM-ന്റെ ഏറെ അനിവാര്യമായ ഘടകമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ CPM-ന്റെ പാർട്ടി സമ്മേളനങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ്. ഇടത് സ്വതന്ത്ര MLA ആയിരുന്ന PV അൻവർ തുറന്നുവിട്ട ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയും പാർട്ടിയും ഒരു വേള പതറിയെങ്കിലും പിന്നീടുള്ള നീക്കങ്ങളെല്ലാം ചടുലമായിരുന്നു. അൻവർ തുറന്നുവിട്ട പുകമറകളിൽ നേതാക്കൾ കുടുങ്ങാതിരിക്കാനായിരുന്നു ആദ്യത്തെ ജാഗ്രത. അൻവറിന് പിന്നിൽ പാർട്ടിയിലെ വമ്പൻ സ്രാവുകൾ ഉണ്ടായിരുന്നുവെന്നും അവർ എന്താണ് ലക്ഷ്യം വെക്കുന്നതെന്നും പിണറായി വിജയന് വ്യക്തമായി അറിയാമായിരുന്നു. അതിനാൽ തന്നെ അവരെ സംശയമുനയിൽ നിർത്തിക്കൊണ്ട് തന്നെ സമ്മേളന നടത്തിപ്പിൽ ഇടപെടുകയായിരുന്നു അദ്ദേഹം. ഇതോടെ P. ജയരാജൻ, MV ജയരാജൻ, MV ഗോവിന്ദൻ ഉൾപ്പെടെ തനിക്കെതിരെ നീങ്ങാൻ ശേഷിയുള്ള നേതൃനിരയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം മുന്നോട്ട് പോയി. ജില്ലാ സമ്മേളനങ്ങളിൽ മിക്കവയിലും നേരിട്ട് പങ്കെടുത്തത് പിണറായി തന്നെയായിരുന്നു. ഇതോടെ സമ്മേളന ചർച്ചകളിൽ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ വിമർശനങ്ങൾ ഉയരുന്നത് തടയാൻ അദ്ദേഹത്തിന് സാധിച്ചു. ജില്ലാ സമ്മേളനങ്ങളിൽ സംസ്ഥാന സെക്രട്ടറി മറുപടി പറയേണ്ടടുത്ത് പല ജില്ലകളിലും ചർച്ചകൾക്ക് മറുപടി പറഞ്ഞതും പിണറായി വിജയൻ തന്നെയായിരുന്നു. ജില്ലാ തെരഞ്ഞെടുപ്പുകളിൽ ഇതോടെ അദ്ദേഹം ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു. ജില്ലാ സെക്രട്ടറിമാരിൽ ഏറിയ പങ്കും വിശ്വസ്തരായി. ഗോവിന്ദനെ പിണക്കാതിരിക്കാൻ പത്തനംതിട്ടയിൽ രാജു എബ്രഹാം പോലെ അദ്ദേഹം പറഞ്ഞവരെയും പരിഗണിച്ചു. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഇഷ്ടക്കാർക്കായിരുന്നു പരിഗണന ലഭിച്ചത്. ഇടയ്ക്ക് പാർട്ടിയുമായി ഇടഞ്ഞ് ഒരു കാൽ പുറത്തേക്ക് വെച്ച EP ജയരാജനെ അനുനയിപ്പിച്ച് ഒപ്പം നിർത്തുകയും ചെയ്തു. ഇതോടെ പ്രായപരിധിയിലടക്കം ഇളവ് അനുവദിച്ച് EP-യെ വീണ്ടും പാർട്ടിയിൽ സജീവമാക്കാനും നീക്കം തുടങ്ങി. അങ്ങനെ സംസ്ഥാന സമ്മേളനത്തിന്റെ പൂർണ്ണ നിയന്ത്രണമാണ് പിണറായി കൈക്കലാക്കിയിരിക്കുന്നത്. ഇതോടെ സംസ്ഥാന സമിതിയിലും സെക്രട്ടേറിയറ്റിലും ഇനി പിണറായിയുടെ വിശ്വസ്തർ ഇടം പിടിക്കുകയും ചെയ്യും. പിണറായിയുടെ മാത്രമല്ല റിയാസിന്റെയും. സംസ്ഥാന സെക്രട്ടറി പദവിയിൽ MV ഗോവിന്ദൻ തുടരുകയും ചെയ്യും. അതും പിണറായിയുടെ കൂടി കനിവോടെ തന്നെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തുടർച്ചയായി 3-ാം വട്ടവും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ നയിക്കുക മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല. 3-ാം പിണറായി സർക്കാർ എന്ന ലക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് കൊല്ലം സംസ്ഥാന സമ്മേളനം ആരംഭിക്കുന്നത്. അജണ്ടയും അത് തന്നെയാണ്. സംസ്ഥാന സമ്മേളനങ്ങൾ ഇന്ന് കൊല്ലത്ത് തുടങ്ങാനിരിക്കുകയുമാണ്. CPM-നെ സംബന്ധിച്ച് പുതുമുഖങ്ങൾ കൊണ്ട് പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളും സജീവമായി തന്നെയാണ്. എന്നാൽ ഇതിനുമെല്ലാം അപ്പുറത്തേക്ക് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് സ്ട്രാറ്റജിയാണ് CPM മുന്നോട്ട് വെക്കേണ്ടത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വലിയ തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരം അത് സംസ്ഥാനത്ത് ആകമാനം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനെ സംബന്ധിച്ച് നിരവധി ആകുലതകളുണ്ട്. ക്ഷേമ പെൻഷൻ കൃത്യമായി ലഭിക്കുന്നില്ല എന്ന പരാതിയും നിലനിൽക്കുന്നുണ്ട്. സപ്ലൈകോ, റേഷൻ കട തുടങ്ങിയ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ജനങ്ങളെ പൊറുതിമുട്ടിക്കുന്ന തരത്തിൽ പ്രതിസന്ധിയിലാക്കിയിരുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. മാത്രമല്ല കനത്ത രീതിയിലുള്ള സാമ്പത്തിക ഞെരുക്കവും സംസ്ഥാനത്ത് അലയടിച്ചിരുന്നു. ഇത് 2021 ശേഷം വലിയ തരത്തിൽ നിലനിന്നിരുന്നു. ഇവയെല്ലാം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ട്രാറ്റജിയും അഥവാ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തരംഗവും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തരംഗവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നിരിക്കെ സ്വാഭാവികമായും ഈ സംസ്ഥാനത്തെ എല്ലാ പ്രശ്നങ്ങളും പ്രതിഫലിക്കാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരിക്കും എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. അതേസമയം സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടക്കുന്ന ആശാവർക്കർമാരുടെ സമരം ഇന്ന് 25 ദിനങ്ങളിലേക്ക് കടക്കുകയാണ്. ഒരുപക്ഷെ സ്ത്രീപക്ഷ വോട്ടുകളിലും സാധാരണക്കാരുടെ വോട്ടുകളിലും വലിയ തരത്തിലുള്ള ചലനമുണ്ടാക്കാൻ ഈ സമരത്തിന് സാധിക്കും എന്നത് ഏറെ നിർണായകം തന്നെയാണ്. കേവലം ആശാവർക്കർമാരുടെ 10, 100, 400 പേർ തഴിച്ചുകൂടുന്ന സമരം മാത്രമായി ആശാവർക്കർമാരുടെ സമരം കാണാൻ സാധിക്കുകയില്ല. ആ സമരത്തോട് ഇടതുപക്ഷം സ്വീകരിച്ച നിലപാടിനെയും സമീപനവും എല്ലാം തന്നെ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. മാത്രമല്ല ഏറ്റവും വലിയ തിരിച്ചടിയാകാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം കേന്ദ്രത്തിന്റെ നിലപാട് തന്നെയാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ കേന്ദ്രം ഇത്തവണ അഥവാ BJP ഇത്തവണ കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന പ്രധാന അജണ്ട എന്നത് അത് നാരീശക്തി എന്ന അജണ്ട തന്നെയാണ്. അതിന്റെ മുന്നോടിയായി തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ആശാവർക്കർമാരെ നേരിട്ട് കാണാനുള്ള
ശ്രമങ്ങളും അവരെ സമാധാനിപ്പിക്കാനുള്ള നീക്കങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നത്. ആ ചേർത്ത് പിടിക്കലിലൂടെ കേന്ദ്രം ഉദ്ദേശിക്കുന്നത് അഥവാ BJP ഉദ്ദേശിക്കുന്നത് നാരികൾ തന്നെ ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ്, സ്ത്രീപക്ഷമായിരിക്കണം സർക്കാർ എന്ന പുതിയ അജണ്ട കേരളത്തിൽ നടപ്പിലാക്കുക എന്നത് തന്നെയാണ്. ഇങ്ങനെയെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ BJP വോട്ട് ബാങ്കുകളിൽ സാരമായ വർധനവും അതേസമയം തന്നെ ഇടതുപക്ഷത്തിന്റെ വോട്ടുകളിൽ സാരമായ ഭിന്നിപ്പും ഉണ്ടാകാനുള്ള സാധ്യത ഇവയെല്ലാം തന്നെ കാണിച്ചു തരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം പിണറായി വിജയനുമേൽ അൻവർ തുറന്നിട്ട അഴിമതി ആരോപണങ്ങളാണ്. പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടി സെക്രട്ടറിക്കുമെതിരെ നിരവധി ആരോപണങ്ങളായിരുന്നു അൻവർ തൊടുത്തുവിട്ടിരുന്നത്. ഈ ആരോപണങ്ങളെല്ലാം തന്നെ സ്വാഭാവികമായും വീണ്ടും തെരഞ്ഞെടുപ്പ് സമയങ്ങളിലെല്ലാം തന്നെ തലപൊക്കാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത കൂടി കണ്ടുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ പാർട്ടിയിലെ പ്രമുഖരെ എല്ലാം തന്നെ തന്നോട് അടുപ്പിക്കാൻ വേണ്ടിയുള്ള തന്ത്രപരമായ നീക്കങ്ങളിലേക്കെല്ലാം തന്നെ തുടക്കം കുറിച്ചിരിക്കുന്നത്.